പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളോട് പറയുകയാ, എടാ നിന്റെ വാപ്പാനോട് നിനക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിലോ, നിന്റെ ഉമ്മയോട് നിനക്കൊരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിലോ, ആ മരിച്ചവരുടെ ജനാസ വെക്കല്ലേ, ആ മരിച്ചവരുടെ ജനാസ വീടിനകത്ത് വെക്കല്ലേ, പെട്ടെന്ന് കൊണ്ടുപോകണേ മോനെ, പെട്ടെന്ന് കൊണ്ടുപോകണേ മോനെ, ഇല്ലെങ്കിൽ അവരുടെ ശാപം നിനക്ക് കിട്ടും ചെറുപ്പക്കാരാ. ജനാസയുടെ ഒന്നാമത്തെ ആഗ്രഹം മരിച്ചുപോയ വാപ്പ, മരിച്ചുപോയ ഉമ്മ, അവര് പറയുകയാ, എന്റെ പൊന്നാര മക്കളെ ഒന്ന് പെട്ടെന്ന് എന്നെ ഒന്ന് കൊണ്ടുപോയി കബറടക്കട എന്ന് അവരാഗ്രഹത്തോടെ വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ച മാതാപിതാക്കളുടെ ആഗ്രഹം അതാ. നീ എന്താ ചെയ്യുന്നേ? നീ പറയും, ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എടുത്താ മതി അവിടെ വയ്യ. നീ പറയാ, ഞാൻ വന്നിട്ട്, ഞാൻ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ കൊടുക്കുന്നുണ്ട്, ലീവിന് കൊടുത്തിട്ടുണ്ട്, ഞാൻ വന്ന് കണ്ടിട്ട് കൊണ്ടുപോയാ മതി. നീ വിചാരിക്കുന്നത് ഇത് സ്നേഹമാണെന്ന്. നിന്റെ ഉപ്പ ശപിക്കൂടാ നിന്നെ, നിന്റെ ഉപ്പയുടെ ശാപം നിനക്ക് കിട്ടും. കാരണം നീ ഉപ്പാനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എവിടെ പോകുന്നതിനാണെന്നറിയോ? സ്വർഗം കണ്ടിട്ടാ നിന്റെ വാപ്പ മരിച്ചേ. എടാ, നിന്റെ വാപ്പ മരിച്ചു കിടക്കുമ്പോ നീ ചെന്ന് മുഖത്ത് നോക്ക്. ഒരു നല്ല മനുഷ്യൻ, ഈമാനുള്ള മരണം കിട്ടിയ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. ഈമാനുള്ള മരണം കിട്ടിയ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയ മയ്യത്ത് കാണുമ്പോ നീ ചെന്ന് നോക്ക്. മൂക്കിന്റെ ദ്വാരം വികസിച്ചു, നെറ്റിത്തടം വിയർത്തു, നെറ്റിത്തടം വിയർത്തിട്ടുണ്ട്, മൂക്കിന്റെ ദ്വാരം വികസിച്ചിട്ടുണ്ട്, മുഖത്തു പ്രകാശമുണ്ട്, ചുണ്ടില് പുഞ്ചിരിയുണ്ട്, ശരീരത്തിൽ സുഗന്ധമുണ്ട്. നീ ഉറപ്പിച്ചോ, നിന്റെ വാപ്പക്ക് അള്ളാഹു നല്ല മരണമാ കൊടുത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.